ഹലോ ഗൈസ്, അപ്പോൾ ആപ്പിൾ അവരുടെ iPhone 16 എന്നൊരു ഫോൺ ഇന്നലെ ലോഞ്ച് ചെയ്തു. ഭയങ്കര ദുരന്തം പ്രൈസിങ്ങിലാണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫോണിനെ പറ്റിയുള്ള സ്പെക്സും ബാക്കി ഡീറ്റെയിൽസും പ്രൈസിങ്ങും പിന്നെ എൻ്റെ ഒപ്പീനിയനും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ iPhone 16 എന്ന് പറഞ്ഞാൽ നമുക്ക് iPhone SE സീരീസ് ഉണ്ടായിരുന്നല്ലോ നേരത്തെ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഐഫോൺ കിട്ടും, ഒരു അറൗണ്ട് 40,000 അറൗണ്ട് 45,000. പക്ഷേ ഇതിൻ്റെ പ്രൈസ് അവർ കൊണ്ടുവച്ചിരിക്കുന്ന 60,000 രൂപയാണ്. ഇതിൻ്റെ സ്പെക്സ് ഞാൻ പറഞ്ഞുതരാം. റിയർ ആകപ്പെടാൻ നമുക്ക് ഒരു ക്യാമറ വരുന്നുള്ളൂ, മെയിൻ ക്യാമറ മാത്രം. പിന്നെ ഇതിൽ വരുന്ന പ്രൊസസ്സർ നല്ലതാണ്, ആപ്പിളിൻ്റെ A18. പക്ഷേ iPhone 16 ഉള്ള സെയിം A18 ചിപ്സെറ്റ് അല്ല, ഇതിലൊരു GPU കുറവാണ്. പക്ഷേ അത് റിയൽ വേൾഡിൽ അത്രയൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നോച്ചാണ് വരുന്നത്. ബാക്കി ഐഫോൺസിലൊക്കെ ഇപ്പോൾ ഡൈനാമിക് ഐലൻഡ് ആണെന്ന് അറിയുള്ളൂ, ഇതിൽ നോച്ചാണ് വരുന്നത്. പിന്നെ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്, അത് എക്സ്പെക്റ്റഡ് ആണ്. കാരണം ഇപ്പോഴത്തെ റെഗുലർ മോഡൽസിൽ ഇപ്പോഴും അവർ 60 ഹെർട്സാണ് കൊടുക്കുന്നത്. പിന്നെ 3300 mAh ബാറ്ററി, പിന്നെ 12 MB സെൽഫി ക്യാമറ, അങ്ങനെയൊക്കെയാണ് സ്പെക്സ്. അപ്പോൾ ഈ സ്പെക്സ് വെച്ച് 60,000 രൂപ എങ്ങനെയാണ് ആപ്പിൾ ചാർജ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഭയങ്കര ഒരു ദുരന്തം പ്രൈസിങ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഈ സ്പെക്സ് ഇപ്പോഴത്തെ പ്രൈസിന് ഈ ഫോൺ ഒട്ടും റെക്കമെൻഡബിൾ അല്ല. നിങ്ങൾക്ക് ഐഫോൺ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് iPhone 15 നോക്കാം. ഇപ്പോൾ 50,000 രൂപ റേഞ്ചിൽ നമുക്ക് iPhone 15 കിട്ടും. അതിലില്ലാത്ത ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ആപ്പിൾ ഇൻ്റലിജൻസ് ആണ്. ആപ്പിൾ ഇൻ്റലിജൻസ് ഞാൻ ഈ പറഞ്ഞില്ല, iPhone 16 ഈ മോഡലിൽ വരും, iPhone 15 ഇല്ല. പക്ഷെ ബാക്കി ഫോൺ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് മച്ച് ബെറ്റർ ആണ്. കുറച്ചുകൂടെ നമുക്ക് അൾട്രാ വൈഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ സെൻസറിനെ പറ്റി ഒരു റൂമർ നടക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ iPhone 16 മെയിൻ ക്യാമറ എന്ന് വെച്ചാൽ നമ്മൾ iPhone 15 16 ക്യാമറ അല്ല, കുറച്ചുകൂടെ സൈസ് കുറഞ്ഞ സെൻസറാണ്. iPhone 16 പ്രോയിൽ അൾട്രാ വൈഡ് സെൻസറാണെന്നൊക്കെയാണ് കുറച്ച് ട്വിറ്റർ പോസ്റ്റൊക്കെ ഞാൻ കണ്ടു. ഓക്കെ, അപ്പോഴത് നിങ്ങൾ വീഡിയോസ് വരുമ്പോൾ ചെക്കൗട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇത് ഭയങ്കര ദുരന്തമാണ് ഈ ഫോണെന്ന് ഞാൻ പറയും. അപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് ഇല്ല എന്നൊരു കാര്യം ഒഴിവാക്കുകയാണെങ്കിൽ iPhone 15 മച്ച് ബെറ്റർ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ 50,000 രൂപ റേഞ്ചിൽ iPhone 15 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് iPhone 16 ഇടയ്ക്ക് സെയിലിൽ 65,000 രൂപ അണ്ടർ 65,000 കിട്ടുന്നുണ്ടായിരുന്നു റിപ്പബ്ലിക് ഡേ സെയിൽ സമയത്ത്. എപ്പോഴും നിങ്ങൾക്ക് ഒരു 5,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ നിങ്ങൾക്ക് iPhone 16 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഫോൺ എന്തിനാണ് ആപ്പിൾ ഈ പ്രൈസിൽ ഇറക്കിയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ ഫോൺ ഒട്ടും റെക്കമെൻഡബിൾ അല്ല. നിങ്ങൾക്ക് ഐഫോൺ വേണമെങ്കിൽ iPhone 15 അല്ലെങ്കിൽ iPhone 16 നോക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ ഫോണിൻ്റെ പ്രൈസ് ഒരു അണ്ടർ 40,000 ഒക്കെ സെയിൽ സമയത്ത് കുറയുവാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അല്ലാതെ 60,000 രൂപയ്ക്ക് ഇത് ഒട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ഫോണാണ്. പിന്നെ ഒരേ ഒരു നല്ല കാര്യം ഈ ലോഞ്ചിൽ നടന്നതെന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ പുതിയ മോഡം അവർ ഈ ഫോണിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ C1 മോഡം എന്തോ. അപ്പോൾ അത് കാരണം എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നു എന്ന് പറയുന്നുണ്ട്. സാധാരണ നമ്മളെ ഈ ആപ്പിളിൻ്റെ സാധാരണ ഐഫോണിൻ്റെ ഇപ്പോഴത്തെ മോഡം നമ്മൾ ഈ സ്നാപ്ഡ്രാഗൺ മോഡംസ് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി വീക്കാണ്. ഓക്കെ, അപ്പോൾ സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറിൽ വരുന്ന മോഡംസ് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അടുത്ത് വരുന്ന iPhone 17 സീരീസിലൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഒരു നല്ല കാര്യം ഈ ലോഞ്ച് എന്ന് പറയാം. അല്ലാണ്ട് പ്രൈസിങ് ആണ് കൊളായത്. ഇതൊരു 40,000 അറൗണ്ട് 40,000 വന്നെങ്കിൽ പിന്നെ നമുക്ക് പറയാമായിരുന്നു ഇപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐഫോൺ വേണമെന്നുള്ളവർക്ക് നോക്കാം. 60,000 ഇത് ഒട്ടും അങ്ങനെ ഇല്ല. കാരണം നമുക്ക് ആപ്പിളിൻ്റെ തന്നെ iPhone 15 16 ഇവിടെ നിൽക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇതൊരു ഭയങ്കര ശോകം ലോഞ്ചായിപ്പോൾ. iPhone 14 ശേഷം ആപ്പിളിൻ്റെ ഏറ്റവും ശോകം ലോഞ്ചായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഓക്കെ, അപ്പോൾ ഈ ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻസിൽ ഷെയർ ചെയ്യുക. ഐഫോൺ യൂസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻസിൽ ഷെയർ ചെയ്യുക. ഇപ്പം iOS ലേറ്റ്ലി ഭയങ്കര ബഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.